بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസികളെ, നമ്മെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും നമ്മുടെ രഹസ്യവും പരസ്യവും അറിയുന്ന, നമുക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും സദാ നൽകിക്കൊണ്ടിരിക്കുന്ന, നമ്മളോട് ഏറെ സ്നേഹവും വാത്സല്യവും ഇഷ്ടവുമുള്ള, നമ്മുടെ പോരായ്മകളും വീഴ്ചകളും അബദ്ധങ്ങളും പാപങ്ങളും വിട്ടുവീഴ്ച ചെയ്യുകയും മറച്ചുവെക്കുകയും ചെയ്യുന്നവനായ, ചെയ്ത തെറ്റുകൾക്ക് ആത്മാർത്ഥമായി ഖേദിച്ചു മടങ്ങിയാൽ എല്ലാ പാപങ്ങളും പുറത്തു തരുന്ന സർവലോക രക്ഷിതാവായ, അൽ-ഗഫ്ഫാറായ, തവ്വാബായ, അൽ-വദൂദായ, അർ-റഹ്മാനും റഹീമുമായ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യകൾ കൂടുതൽ കേൾക്കാനും പഠിക്കാനും ജീവിതത്തിൽ നിലനിർത്തുവാനും നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി പരിശ്രമിക്കണമേ എന്ന് സ്നേഹത്തോടെ നിങ്ങൾ ഓരോരുത്തരെയും പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, നാട്ടിലും സമൂഹത്തിലും പുതിയൊരു വർഷത്തെ വരവേൽക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇത്തരമൊരു സന്ദർഭങ്ങളിൽ സത്യവിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം പുതുവർഷത്തിന്റെ ആഘോഷത്തിലോ പുതുവർഷ പുലരിയിലോ ഒരു വിശ്വാസിക്കുണ്ടാകേണ്ട ചിന്തകളും ആലോചനകളും പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോ നമ്മൾ എങ്ങനെ നോക്കിക്കാണണം എന്നുള്ളത് അല്പം ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് നമ്മെ ചിന്തിപ്പിക്കേണ്ടതാണ്. അന്ത്യനാൾ അടുക്കുമ്പോൾ ഈ ദുനിയാവിൽ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ മനുഷ്യൻ അനുഭവിക്കുന്ന ചില അനുഭവങ്ങളെ കുറിച്ചും ചില കാഴ്ചകളെ കുറിച്ചും ചില സംഭവങ്ങളെ കുറിച്ചുമെല്ലാം വ്യത്യസ്തങ്ങളായ ഹദീസുകളിൽ അന്ത്യനാളിന്റെ അടയാളമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിരുന്നത്. അതിലൊന്ന്, ലാ തഖൂമു സ്സാഅ ഹത്താ യതഖാറബ അസ്സമാൻ. അന്ത്യനാൾ സംഭവിക്കുകയില്ല. ഏതുവരെ? കാലങ്ങൾ അടുത്തു വരുന്നതുവരെ. കാലങ്ങൾ ഇങ്ങനെ അടുത്തു വരിക, പെട്ടെന്ന് കാലങ്ങൾ കഴിഞ്ഞു പോകുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകൂടി വിശദീകരിച്ചു.
ഒരു വർഷം, ഒരു മാസം പോലെ ഒരാൾക്ക് അനുഭവപ്പെടും. കഴിഞ്ഞ മാസം ആഘോഷം പോലെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ കഴിഞ്ഞ മാസം ഞങ്ങൾ പ്രവേശിച്ചത് പോലെ ഉണ്ടല്ലോ, ഇത്ര പെട്ടെന്ന് അടുത്ത വർഷത്തിലേക്ക് എത്തിയോ എന്ന് ആളുകൾക്ക് തോന്നും. ഇനി ഒരു മാസം, ഒരാഴ്ച പോലെ അനുഭവപ്പെടും, ഇങ്ങനെ അടുത്തടുത്ത് വരും. ഒരു ജുമുഅ, ഒരാഴ്ച ഒരു ദിവസം പോലെ, ഇന്നലെ വന്നതുപോലെ, മിനിഞ്ഞാന്ന് നിങ്ങളെ കണ്ടതുപോലെ ആഴ്ചയിൽ 2 വെള്ളിയാഴ്ച ഉണ്ടോ എന്ന് തോന്നിപ്പോകുമാറ് ഇങ്ങനെ നമുക്ക് അനുഭവപ്പെടുക. ഓരോരുത്തർക്കും ഇങ്ങനെ പെട്ടെന്ന് അനുഭവപ്പെടുന്ന, അല്ലെങ്കിൽ അത്തരം ഒരു കാലം അടുപ്പിച്ചു വരുന്ന ഒരു സംഭവം. ഇനി മാത്രമല്ല, ഒരു ദിവസമാകട്ടെ ഒരു മണിക്കൂർ പോലെ. ഇന്നലെ ഇപ്പൊ എങ്ങനെ പോയത്, ഇന്നലെ എന്തെല്ലാമാണ് ചെയ്തത്, ഇന്നലെ പോയത് അറിഞ്ഞില്ല, കഴിഞ്ഞ ദിവസങ്ങൾ നഷ്ടപ്പെട്ടത് അറിഞ്ഞില്ല. ഒരു മണിക്കൂർ ഒരു ഈത്തപ്പന പോലെ അരിച്ചാൽ, അല്ലെങ്കിൽ അത് എത്ര സമയം വേണോ അതുപോലെ ഒരു മണിക്കൂർ അനുഭവപ്പെടും. പണ്ഡിതന്മാർ ഈ ഹദീസിനെ അവലംബിച്ച് പറയുന്നൊരു വാചകം എന്താണ്? ഇങ്ങനെ മനുഷ്യൻ ഇങ്ങനെ ഒരു വർഷം ഒരു മാസത്തെ പോലെ, ഒരു മാസം ഒരാഴ്ചയെ പോലെ, ഒരാഴ്ച ഒരു ദിവസത്തെ പോലെ, ഒരു ദിവസം ഒരു മണിക്കൂർ പോലെ, ഒരു മണിക്കൂർ ഒരു സാധനം കത്തിത്തീരാൻ എടുക്കുന്ന വളരെ ചുരുങ്ങിയ സമയം പോലെ ആയിത്തീരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിന്റെ യുക്തി എന്താണ് അതിലടങ്ങിയ തത്വം? സമയത്തിലുള്ള, കാലത്തുള്ള ബർക്കത്ത് നമുക്ക് നഷ്ടപ്പെടുന്നു എന്നതാണ്. ആ സമയം നമുക്ക് ഒരുപാട് നമ്മുടെ പൂർവികർ ഇന്നത്തെ ഒരു സാഹചര്യമില്ലാത്ത, ഒരു സംവിധാനങ്ങളും ഇല്ലാത്ത ഒരു കാലഘട്ടത്ത് നമ്മുടെ പൂർവികരായ സലഫുകൾ ചെയ്ത നന്മകളോ പുണ്യങ്ങളോ പ്രവർത്തനങ്ങളോ ഒന്നും നമുക്ക് ചെയ്യാൻ കഴിയാതെ പോയി അതിന് ബർക്കത്ത് നഷ്ടപ്പെടാം. സമയത്തിനൊരു ബർക്കത്തുണ്ട്. ചെയ്യാൻ പറ്റില്ല, കാണാൻ പറ്റില്ല, കേൾക്കാൻ പറ്റില്ല, വായിക്കാൻ പറ്റില്ല, പഠിക്കാൻ പറ്റില്ല, ഒന്നിനും സമയമില്ല. സമയം കുറഞ്ഞതാണോ? അല്ല, എല്ലാ സൗകര്യമുണ്ട്. നമുക്ക് മുമ്പ് ജീവിച്ചൊരു തലമുറ, ആ തലമുറ അനുഭവിക്കാത്ത, അവരെല്ലാം എത്തിപ്പെടുന്നതിനേക്കാൾ എത്രയും വേഗം എത്തിപ്പെടാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇന്നുണ്ട്. പക്ഷേ നമ്മൾ പരിശോധിക്കുക, നമ്മൾ സ്വയം ഒന്ന് പരിശോധിച്ച് നമ്മുടെ നന്മകൾ. അടുത്തൊരു ഹദീസിന്റെ മറ്റൊരു ഭാഗം കേട്ടോ, അമലുകൾ കുറയുന്നു. നമ്മൾ സ്വയം വിചാരണ ചെയ്യാൻ വേണ്ടിയാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഖുതുബ നമ്മൾ ആ ഒരു അരമണിക്കൂർ ചെലവഴിക്കുന്നത്. ഓരോരുത്തരും അവരവരുടെ ജീവിതത്തെ വിലയിരുത്താൻ. മഹാനായ രണ്ടാം ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹാസിബു ഖബ്ല അൻ തുഹാസബു. നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ് നിങ്ങളെ തന്നെ സ്വയം ഒരു വിചാരണയ്ക്ക് വിധേയമാക്കണം. പറഞ്ഞ വാചകം, അമലുകൾ കുറഞ്ഞുകൊണ്ടിരിക്കുക. മുമ്പ് നമ്മൾ കണ്ടതും കേട്ടതും വായിച്ചതും പഠിച്ചതും അറിവുകൾ നേടിയതും ദീനിയ അമലസ്വാലിഹാത്തുകളിൽ ചെയ്തതും ഇപ്പൊ നമുക്ക് തുടരാനാകുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. നമ്മൾ സ്വയം പരിശോധിക്കുക സഹോദരങ്ങളെ. അതിനൊരു അവസരമായി ഈ സമയത്തെ കാണും. കാരണം എല്ലാ മനുഷ്യരും മരിച്ചു പോകുന്ന പോലെ, എല്ലാ ജീവജാലങ്ങളും മരണപ്പെട്ടു പോകുന്ന പോലെ, അങ്ങനെ മരണപ്പെട്ട് നശിച്ച് ഒന്നുമില്ലാതായി പിന്നീട് അങ്ങനെ നാമാവശേഷമാകുന്ന ഒരു വ്യക്തിയല്ല നമ്മൾ. മറിച്ച് നമുക്കൊരു പുനർജീവിതമുണ്ട്, നമുക്കുണ്ട്. അത് നമ്മളെല്ലാം ഉയർത്തെഴുന്നേൽപ്പിക്കും. നമ്മളോടെല്ലാം ഈ ദുനിയാവിൽ നമ്മൾ ജീവിച്ച് തീർത്ത സമയത്തെ കുറിച്ച്, ആയുസിനെ കുറിച്ച്, ആരോഗ്യത്തെ കുറിച്ച്, അനുഗ്രഹങ്ങളെ കുറിച്ച് ഓരോന്നായി നമ്മളോട് ചോദ്യം ചെയ്യപ്പെടും. അപ്പൊ നമ്മൾ വിലയിരുത്തുക, എന്തെല്ലാം നമ്മൾ വിലയിരുത്തണം? നമ്മുടെ വ്യക്തി ജീവിതം നമ്മളെങ്ങനെ അല്ലാഹുവുമായി ബന്ധപ്പെട്ട വിഷയം. സഹോദരങ്ങളെ, ഇത് നമ്മുടെ ഒത്തുമിക്കൊരു വിഷയം. അത് ഓരോ ആഴ്ച ആകുമ്പോ ഇങ്ങനെ റമദാൻ ആകുമ്പോ റമദാൻ, ഹജ്ജ് ആകുമ്പോ ഹജ്ജ്, ഇങ്ങനെ ഒരു കലണ്ടർ മാറുമ്പോ അതിങ്ങനെ എന്ന് വിചാരിക്കും. മറിച്ച് നമ്മൾ സ്വയം വിലയിരുത്താൻ ഒന്നിരിക്കുക. ഇന്ന് രാത്രി അല്ലെങ്കിൽ അടുത്ത നിമിഷത്തിൽ സുബഹി കഴിഞ്ഞ് പോകുമ്പോഴാണ് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ കഴിഞ്ഞ മാസം പള്ളിയിൽ തൊട്ടു മുന്നിൽ വെച്ചുകൊണ്ട് ഒരു ആക്സിഡന്റിൽ മരണപ്പെടുന്നു. ഒരു ഫജ്ർ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോ
ഒരു ആയത്തിൽ കുറിച്ച് ഓതിയായിട്ടാണ് അദ്ദേഹം മരിക്കുന്നതെങ്കിൽ നമുക്ക് അങ്ങനെ ആയിരിക്കും ആ മനുഷ്യൻ, അത്തരം നല്ല മനുഷ്യൻ എങ്കിൽ സ്വർഗമല്ലാതെ മറ്റൊന്നും അതിന് മരണം, സ്വർഗത്തിൽ പ്രവേശിച്ച മരണമല്ലാതെ മറ്റൊന്നും തടസ്സമല്ല എന്നാണ്. അതിനൊരു ഞാൻ പറഞ്ഞത്, ഏത് നിമിഷവും ഈ ലോകത്ത് പിരിഞ്ഞു പോകാം, തിരിച്ചു വിളിക്കാൻ പഠിച്ചതുപോലാണ്. അപ്പൊ ഒന്നിരിക്കുക, നമ്മുടെ അല്ലാഹുവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ, നമ്മുടെ ഈമാനിന്റെ വിഷയങ്ങളിൽ, നമ്മുടെ അമൽ സ്വാലിഹ ഇസ്ലാം കാര്യങ്ങളിൽ നമ്മൾ മുമ്പ് കേട്ടതും പഠിച്ചതും ജീവിതത്തിൽ നിലനിർത്തിയമായ നന്മകൾ, ആ നന്മകൾ നമുക്ക് നിലനിർത്താൻ കഴിയുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. നമ്മുടെ ഈമാന്റെ അവസ്ഥ എങ്ങനെ, കൂടിയോ കുറഞ്ഞോ? കൂടുതൽ സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള ആവേശമാണോ നമുക്കുള്ളത്? അതല്ല, ഇതൊന്ന് തീർന്നിട്ടിരുന്നെങ്കിൽ, ഇതൊന്ന് വേഗം അവസാനിച്ചിരുന്നെങ്കിൽ അങ്ങനെയാണോ? നമ്മൾ സ്വയം പരിശോധിക്കാൻ. അള്ളാഹുമായി ബന്ധപ്പെട്ട ഏറ്റവും മുസ്ലിമായ ഒരു മനുഷ്യനെ റസൂലുള്ളാഹി ആദ്യമായി പഠിപ്പിച്ചത് അസ്സലാത്ത്, നമസ്കാരം. അതന്നെയാണ് ഒന്നാമത് പരലോകത്തെ കർമ്മങ്ങളിൽ വിചാരണ ചെയ്യുന്ന അമലുപതാണ്. അപ്പൊ നമ്മൾ എല്ലാരും ജുമയ്ക്ക് വരുന്നുണ്ട്, ഞാൻ നിങ്ങളെ കുറിച്ച് നല്ലൊരു വിചാരം, നമ്മളെല്ലാരും 5 വക്തും നിലനിർത്തുന്നവരാണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എങ്കിൽ അത് നമുക്ക് പരിശോധിക്കുക. 5 വക്ത് അത് അമ്മ കൽപ്പിച്ചതുപോലെ തന്നെയാണോ? അത് വിളിക്കുന്നിടത്ത് വെച്ച് തന്നെയാണോ നമ്മൾ നിർവഹിക്കുന്നത്? അതല്ല നമ്മുടെ സമയത്തിലും നമ്മുടെ സൗകര്യത്തിലും നമ്മുടെ ഇഷ്ടത്തിനുമാണോ നമ്മൾ നിർവഹിക്കുന്നത്? നിർവഹിക്കാത്ത ആളുകൾ, സഹോദരങ്ങളെ, അത് ഒരു വീഴ്ചയാണ്. തിരുത്തണം നമ്മൾ. ഇനിയും നമ്മൾ സമയം വഹിച്ചുകൂടാ. നമസ്കാരത്തിൽ ഒരു ജുമയ്ക്ക് മാത്രം വന്നു പിരിയുന്ന ആളായി മാറുക, ഒരു പെരുന്നാൾ മാത്രം വന്നു പിരിയുന്ന ആളായി മാറുക, യഅൂദുബില്ല, അത് വലിയ അപകടത്തിലേക്കാണ് നമ്മൾ എത്തിക്കുക. അതുകൊണ്ട് നമ്മൾ നമസ്കാരം നിലനിർത്തുന്നവരായി മാറാൻ ഒരു മഹല്, ഇത് നമുക്കറിയാം, പല ഭാഗത്ത് കമ്പനിയും പല ഭാഗത്ത് താമസിക്കുന്ന ആളുകളാണ്. എന്നുവെച്ചാൽ ഇവിടുത്തെ മഹലംഗങ്ങൾ പല ഭാഗത്താണ്, ദൂരത്ത് നിന്നൊക്കെ വരുന്ന ആളുകളാണ്. ഞാൻ പറഞ്ഞത്, ഒരു മഹല് പരിശോധിക്കുമ്പോ ഒരു മഹല് ജുമയ്ക്ക് 200-300 ആളുകളുള്ള മഹലുകളിൽ സുബഹിക്ക് 1.5 സഫ് പോലില്ല. നിങ്ങളുടെ മഹലുകൾ ആലോചിച്ചാൽ ഈ നമ്മളിലേക്ക് വരെ നമ്മൾ പരിശോധിക്കുക. നമ്മൾ മറ്റുള്ളവർ വിലയിരുത്താനല്ല, നമ്മൾ സ്വയം വിലയിരുത്താൻ നമ്മുടെ അമൽ സ്വാലിഹാത്തുകൾ ഏറ്റവും പ്രധാനമായി പഠിപ്പിക്കപ്പെട്ട മരണത്തിന്റെ അവസാന ഘട്ടങ്ങളിൽ നിങ്ങൾ നമസ്കാരം നിലനിർത്തുക എന്ന് പറയാൻ പോലും പ്രവാചകൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ ആ പദം ഉപയോഗിക്കുകയാണ്. നിസ്കാരങ്ങൾ കളയണേ, നിസ്കാരങ്ങൾ നഷ്ടപ്പെടുത്തണേ, നിസ്കാരം കാത്തു സൂക്ഷിക്കുക. നമസ്കാരത്തിന്റെ കാര്യം ഗൗരവത്തുക. നമസ്കാരം നിലനിർത്തുന്ന ഒരാൾക്ക് കാര്യോ റബ്ബുമായൊരു കണക്ഷനാണ്. പോരായ്മകളിലും വിട്ടുവീഴ്ചയും തെറ്റ് തിരുത്താനും നന്മകൾ വർദ്ധിപ്പിക്കാനും സൽക്കർമ്മ ഒരു ആവേശം, ഒരു താല്പര്യമുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ സ്വയം വിലയിരുത്തുക. ഈ ഭാഗത്തിന്റെ വിഷയങ്ങളിൽ അല്ലാഹുവുമായി ബന്ധപ്പെട്ട വിഷയം വീഴ്ച വന്നോ, അതിനാണ് തൗബ, അതിനാണ് പശ്ചാത്താപം. ഞാൻ പറഞ്ഞ ഖുതുബയിൽ തുടക്കത്തിൽ സൂചിപ്പിച്ചത് തൗബാണ് അല്ലാഹു. നിങ്ങൾക്ക് ഇപ്പോൾ ഈ സെക്കൻഡിൽ നിങ്ങളുടെ ആയുസ് 60, 70, 80 വയസ്സുള്ള ഒരു മനുഷ്യന് ഈ ഒരു സെക്കൻഡിൽ ഈ ജുമ കഴിഞ്ഞ് നിങ്ങൾ ആത്മാർത്ഥമായി നഷ്ടപ്പെടുത്തിയ നമസ്കാരങ്ങൾക്ക് പശ്ചാത്തപിച്ച് മടങ്ങിയാൽ, ആ തൗബ സ്വീകരിച്ചാൽ, ബാക്കി നമ്മൾ നിലനിർത്തിയാൽ മതി. ബാക്കി നമ്മള് നിർബന്ധവും ഐച്ഛികവുമായി ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ നിലനിർത്തുക. ഇതുവരെ എങ്ങനെ ആളുകൾ എപ്പോഴും ചിന്തിക്കുന്നത്, ഏതായാലും 50 വർഷം പോയില്ല, ഇനിയിപ്പോ ഇങ്ങനെ പോട്ടെ, എന്തായാലും പോട്ടെ. സഹോദരങ്ങൾ അങ്ങനെ വിചാരിക്കരുത് എന്നാണ് ഖുർആൻ നമ്മളോട് പറയുന്നത്. നിങ്ങൾ തൗബ ചെയ്ത് മടങ്ങണേ, ഞാൻ കാത്തിരിക്കുകയാണ്. അതുപോലെ ഞാൻ എന്റെ ഈ കരങ്ങളും രാത്രി തെറ്റ് ചെയ്ത് പകലിൽ പശ്ചാത്തപിക്കുന്നവർക്ക് വേണ്ടി, പകലിൽ തെറ്റ് ചെയ്ത് രാത്രി പശ്ചാത്തപിക്കുന്നവർക്ക് വേണ്ടി എന്റെ ഈ കരങ്ങളും നീട്ടിയിരിക്കുന്നു എന്നാണ്. അല്ലാഹുവിനെ പോലെ ഒരു അടിമ പശ്ചാത്തപിച്ചു വന്നാൽ സന്തോഷിക്കുന്ന ഒരാളുമില്ല എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രയും സന്തോഷം എന്ന് വെച്ചാൽ ഒരാൾ പഠിച്ചോലെ ഞാൻ ഇത് ചെയ്തില്ല, എന്റെ വീഴ്ചയാണ്, ഞാൻ എന്റെ തെറ്റ് അംഗീകരിക്കുന്നു എന്ന് ഒരാൾ അല്ലാഹുവിനോട് പറഞ്ഞാൽ, പറയേണ്ട അല്ലാഹുവിനോട്, അല്ലാഹു വിട്ടുവീഴ്ച ചെയ്യും. ഇനി നഷ്ടപ്പെടുത്തരുത്. കാരണം ഒരു പക്ഷേ അസർ അത് തീരുമാനിച്ചു ചുമ കഴിഞ്ഞ് പോകുമ്പോ ഞാൻ നമസ്കാരം ഇനി ഞാൻ നഷ്ടപ്പെടുത്തില്ല. എന്റെ 10-60 വർഷം അല്ലെങ്കിൽ 10-30 വർഷം ജോലിയും കമ്പനിയും പല വീടും കുടുംബവും കച്ചവടവും പലതുമായി നഷ്ടപ്പെടുത്തി തോന്നിയ പോലെ നമസ്കരിക്കുന്നത്, ഇത് ഞാൻ മാറാം എന്ന് തീരുമാനിച്ച സഹോദരങ്ങളെ, അത് തൗബ ചെയ്ത് ഇന്ന് അസറിന് മരിച്ചാൽ അയാൾ രക്ഷപ്പെടും. അയാൾ ആ ഒരു തൗബ കൊണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വാഴും അത്രയും തോന്നാണ് പശ്ചാത്തപിച്ചു മടങ്ങുന്നവൻ പാവം ചെയ്യാത്തവരെ പോലെയാണ്. നിങ്ങൾ ജുമ കഴിഞ്ഞ റബ്ബേ ആ
ജീവിതത്തിൽ എന്റെ മരണമാണ് നമസ്കാരം നിലയ്ക്കാൻ കാരണമായി മാറുക എന്ന് തീരുമാനിച്ചതിന് പിന്നാലെ അസർ മരിച്ചൊരു സമാധാനം, മഗ്‌രിബ് മരിച്ചൊരു സമാധാനം, ആ സമാധാനത്തോടു കൂടി മരിക്കാം. അതല്ലെങ്കിൽ എത്ര ഹുത്തുമ ഞാൻ കേട്ടിട്ടുണ്ട്, എന്നിട്ട് മാറിയിട്ടില്ല. എന്താണോ യഹൂദമില്ല ഉണ്ടാകരുത്. അതാണ് ആ ഒരു സ്വാധീനം ഉണ്ടാകണം. ഞാൻ ഇപ്പോഴും ആ രീതി നിങ്ങളെല്ലാ നമസ്കാരത്തിലും പക്ഷെ നമ്മുടെ കുടുംബത്തോട്, നമ്മുടെ മക്കളോട്, ഭാര്യയോട്, നമ്മുടെ സുഹൃത്തുക്കളോട്, നമ്മുടെ അടുത്ത നമ്മൾ സംസാരിക്കാം. രണ്ട് സഹോദരങ്ങളെ, ഇതുപോലെ അല്ലാഹുമായി ബന്ധപ്പെട്ട ഇബാദത്ത് സമ്പന്നരായ ആളുകൾ അവർ നിർബന്ധമായി നിർവഹിക്കേണ്ട ആയുസ്സുകൾക്ക് നിർവഹിക്കേണ്ട ഹജ്ജ് കർമ്മം അതൊരു ബാധ്യതയാണ്. നോമ്പിന്റെ കാര്യത്തിൽ വിളിച്ചു വരുത്തിയ ആളുകൾ അവരെല്ലാം തൗബ ചെയ്ത് മടങ്ങി എത്രയും വേഗം അതിനുവേണ്ടി ഒരുക്കങ്ങൾ അവർ നെയ്യത്തോടു കൂടി നമ്മൾ പിരിയുക. ഇന്ന് നമ്മൾ മാറാൻ നമ്മുടെ വീട്ടിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ മക്കളോട്, കമ്പനിയിൽ, സുഹൃത്തുക്കളോട്, ജോലിക്കാരോട്, മുതലാളിമാരോട്, നമ്മുടെ അയൽപ്പക്കത്തോട് നമ്മുടെ പെരുമാറ്റത്തിലും ഇടപെടലുകളിലും നമ്മുടെ സംസാരങ്ങളിലും വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ നമുക്ക് കഴിയണം. നമ്മൾ വിചാരിച്ചാൽ കഴിയും. ഒരു കൗമിനെ വന്ന മാറ്റില്ല, ഇതുവരെ അവർ സ്വയം മാറണമെന്ന് തീരുമാനിക്കുന്നവരെ നമുക്ക് കഴിയും. നമ്മൾ വിചാരിച്ചാൽ നമുക്ക് സാധിക്കും. രണ്ടാമത് കുറച്ചുകൂടി ഗൗരവമുള്ളതാണ്. കാരണം ഒന്നാമത്തെ അത്ര എളുപ്പമല്ല. രണ്ടാമത്തെ ഒരു വിഷയം വന്നത്, അതായത് ഈ തൗബയിൽ രണ്ട് ഇനങ്ങളുണ്ട്. ഒന്ന് പടപ്പുകളും പടച്ചോളും തമ്മിലുള്ള ബന്ധം, നമസ്കാരം അല്ലെങ്കിൽ നോമ്പ് അല്ലെങ്കിൽ സക്കാത്ത് അതുപോലെ ഹജ്ജ്, ഇതെല്ലാം അല്ലാഹുവുമായി ബന്ധപ്പെട്ടതാണ്. എന്ന് വെച്ചാൽ നിർബന്ധമാക്കിയ കർമ്മപരമായ കാര്യങ്ങൾ അതിൽ വിളിച്ചു പറ്റി അല്ലാതെ തൗബ ചെയ്ത് മടങ്ങുക, ബാക്കി നമ്മൾ പിന്നീട് നന്നാക്കിയെടുക്കുക. എന്നാൽ ഇനി രണ്ടാമത്തെ തൗബയുടെ എന്ന് വെച്ചാൽ സഹോദരങ്ങളെ, അതിൽ നമ്മൾ ഒരിക്കലും നമ്മുടെ ഒരു ഈഗോ അല്ലെങ്കിൽ നമ്മുടെ ഒരു അഭിമാനം, നമ്മൾ പരസ്പരം പൊരുത്തപ്പെടാൻ വിട്ടുവീഴ്ച ചെയ്യണേ എന്ന് പറയാൻ ഒരു മടിയും നമുക്കുണ്ടാകുന്നത് മാത്രമല്ല, നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കേണ്ടവരാണ്, എന്റെ സൽക്കർമ്മങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ളതല്ല എന്നൊരു തീരുമാനത്തോടെ നമ്മൾ മാറുക. ഒന്ന് പരസ്പരം നിങ്ങൾ പരസ്പരം ഒന്നും പറയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെ, സ്വഹാബികൾ വരെ അവരിങ്ങനെ പരസ്പരം പൊരുത്തപ്പെടാൻ പലതുണ്ടാവും. നമ്മുടെ വീട്ടില് മാതാപിതാക്കൾ മക്കളും തമ്മിൽ തെറ്റിയ ആളുകൾ. സുഹൃത്ത് യൂസുഫ് ഒരു പാടാണ്. സുഹൃത്ത് യൂസുഫ് 10 മക്കള് ഉപ്പയുടെ അടുക്കലെന്ന് പറയുന്നുണ്ട്. സുഹൃത്ത് യൂസുഫിന്റെ അവസാനം അതാണ്, ഞങ്ങൾ ഉപ്പയോട് വലിയ അക്രമം അനീതി ചെയ്തു, ചെയ്യാൻ പാടില്ലാത്ത കാരണം സ്വന്തം മകനെ ഒരു കറ്റിൽ കൊണ്ടിട്ടു, നിങ്ങളെ കരയിച്ച് കാഴ്ച വരെ നഷ്ടപ്പെടുത്തി, നിങ്ങളോട് കുടിയ പാതകമാണ് ഞങ്ങൾ ചെയ്തത്, ഉപ്പ ഞങ്ങൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യണേ. അതൊരു പാടാണ്. നമുക്കറിയാം, നമ്മൾ മാതാപിതാക്കൾ നമ്മുടെ ബന്ധം നമുക്കറിയാം. നമ്മൾ സംസാരിക്കും. അടുത്തുണ്ടോ? മരണപ്പെട്ടു പോയാൽ തൗബ ചെയ്ത് അല്ലാഹുവിനോട് ചോദിക്കുക. ജീവിച്ചിരിപ്പുണ്ടോ? നിങ്ങളൊന്ന് വിളിക്കുക, അല്ലെങ്കിൽ ചെന്ന് കാണുക. നിങ്ങളൊന്ന് പരസ്പരം ഒന്ന് നിങ്ങളുടെ, അതായത് നമ്മൾ ന്യായീകരിക്കാറില്ല. നമ്മുടെ കുറവുകൾ സംഭവിച്ചു, പാടില്ലായിരുന്നു, പറയാൻ പാടില്ലായിരുന്നു, ചെയ്യാൻ പാടില്ലായിരുന്നു, വന്നുപോയി എന്ന് പറയാം. ഭാര്യയോടും അതന്നെ. ഭാര്യയോട് നമ്മൾക്ക് ചോദിച്ചാൽ ഇതിൽ ആരെ ഏറ്റവും നല്ല മനുഷ്യൻ ചോദിച്ചാൽ മറുപടി ഇതാണ്, നിങ്ങളിൽ നല്ലവൻ, ഉത്തമൻ നിങ്ങളുടെ ഇണകളോട്, കുടുംബത്തോട്, ഭാര്യമാരോട് മാന്യമായി പെരുമാറുന്നവനാണ്. അതൊരു വലിയ സർട്ടിഫിക്കറ്റ് ആണ്. ഇത് പ്രസംഗമല്ല, പ്രസംഗം മാത്രമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസംഗിച്ച ശേഷം ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് സ്വഹാബി താബീകളോട് ചോദിക്കുന്നുണ്ട്, അല്ല ഉമ്മ, സുന്ദര പ്രസംഗവും ജീവിതമൊക്കെ അവരിങ്ങനെ കണ്ടു വായിച്ച് അനുഭവിക്കുക, എന്തായാലും ആയിഷ ചോദിക്കുകയാണ്, അല്ല ഉമ്മ, എങ്ങനെയായിരുന്നു റസൂലുള്ളാഹിയുടെ സ്വഭാവം? അവർ സ്വഹാബിയെ താബീകൾ ചോദിക്കാൻ എങ്ങനെയായിരുന്നു റസൂലുള്ളാഹിയുടെ സ്വഭാവം, എങ്ങനെയായിരുന്നു? കാരണം താബീകൾ റസൂലുള്ളാഹി കിതാബിൽ നിന്ന് വായിക്കുന്നത്, ഹദീസിൽ നിന്ന് ചരിത്രത്തിൽ നിന്ന് വായിക്കുന്നത്, എന്നാലും എങ്ങനെയായിരുന്നു? ഒരു ഹദീസിൽ കാണാം, നീ ഖുർആൻ വായിച്ചിട്ടുണ്ടോ ചോദിച്ചു. അത് ചോദിച്ച താബിയോട്, നീ ഖുർആൻ ഓതാനുണ്ടോ ചോദിച്ചു. ആ ഓതാനുണ്ട്. ഖുർആൻ തന്നെ ഖുർആൻ, ഖുർആനിൽ എന്തെല്ലാം സ്വഭാവം ഉണ്ടാണെന്ന് പറഞ്ഞോ ആ സ്വഭാവം മുഴുവനുണ്ട്. ഖുർആനിൽ എന്തെല്ലാം ഉണ്ടാകരുതെന്ന് പറഞ്ഞോ അതൊന്നുമില്ല. വേറൊരാളെ ചോദിക്കണ്ട. ഇത് വീട്ടിൽ പോയിട്ട് ഭാര്യയോട് നിങ്ങൾ ചോദിക്കും, ഞാൻ ചോദിക്കാം, നമ്മൾ ചോദിക്കാം, എന്ത് എന്റെ സ്വഭാവം എങ്ങനെ, ധൈര്യട്ടോ ഉണ്ടോ? ഉണ്ടാകണം ഒന്ന് ചോദിക്കും. ഖുർആൻ തന്നെയാണോ വേറെ വല്ല ആണോ പറയുന്നത് എന്ന് നമുക്ക് പരിശോധിക്കണം. നമ്മൾ ചിരിക്കാൻ വേണ്ടി പറഞ്ഞല്ല, ഗൗരവം നിസ്സാരല്ല. ഭാര്യയോട് എന്തും പറയാം, എന്തും വിളിക്കാം,
അങ്ങനത്തെ ലൈസൻസ് ഇസ്ലാം തന്നിട്ടില്ല. നിങ്ങൾ പറയണം ഭാര്യയോട്, 10-20 വർഷം 30 മക്കളും പേരക്കുട്ടികളായ സദസ്സറുണ്ട്, നിങ്ങൾ ചോദിക്കണം. ഇന്ന് പലരും വന്നു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടും. എന്നാലും നമുക്കൊരു സമാധാനം ചോദിക്കാം, എന്തെങ്കിലും വന്നു പോയിട്ടുണ്ടോ? തിരിച്ച് ഭാര്യമാരും അങ്ങനെ തന്നെയാണ് ഹദീസ്. ഭാര്യമാരുടെ ഹദീസും അങ്ങനെയാണ്. സഹോദരിമാരെ, ഇവിടെയുള്ള സഹോദരിമാരുണ്ടാവും, ഒരുപക്ഷെ സംസാരം കേൾക്കുന്നുണ്ടാവും. നിങ്ങൾ പറയണം, സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഒരു ഭാര്യയുടെ ലക്ഷണങ്ങൾ കുറെ പറഞ്ഞു. എന്ന് പറഞ്ഞു. അഊദ് എന്ന് പറഞ്ഞാൽ വാക്കർത്ഥം മടങ്ങുന്നവൾ എന്നാണ്. ഇത് പറഞ്ഞ എന്താണോ, കുടുംബജീവിതത്തിൽ ഒരുപക്ഷെ ഭാര്യയിൽ നിന്നോ ഭർത്താവിൽ നിന്നോ ഇണക്കമോ ദേഷ്യമോ പിണക്കമോ എല്ലാം ഉണ്ടായിക്കഴിഞ്ഞാൽ, പിണക്കങ്ങളോ അല്ലെങ്കിൽ എന്തുണ്ടായി, ഭാര്യ ശ്രദ്ധിക്കണം, ഭാര്യ ഭർത്താവിനോട് പറയാൻ കൈ കൊടുത്ത് പറയുന്നു, നിങ്ങൾ എനിക്ക് വിട്ടുവീഴ്ച ചെയ്യുന്നവരെ, നിങ്ങൾ എന്നെ പൊരുത്തപ്പെട്ടാണെങ്കിൽ നിങ്ങൾ തൃപ്തിപ്പെടുന്നവരെ ഞാൻ ഉറങ്ങില്ല എന്ന് പറഞ്ഞ ഭാര്യ സ്വർഗത്തിൽപ്പെട്ട സ്ത്രീകൾപ്പെട്ട ഗുണമുള്ളവളാണ് എന്ന് നബിയുന റസൂലുള്ളാഹി പഠിപ്പിക്കാൻ. ഈ ഹദീസ് ആദ്യം ഭാര്യക്ക് പറഞ്ഞു കൊടുക്കുക. ഇവിടെ ഉണ്ടെങ്കിൽ പറയേണ്ട ആവശ്യങ്ങളോ ഇല്ലാത്തതൊന്നും പറയാം. അതിനു മുമ്പ് ഈ ചോദ്യം ചോദിക്കണം. നമ്മൾ അങ്ങനെ രക്ഷപ്പെടും. ഒന്നാമത് പറഞ്ഞ പോലെയല്ല, പള്ളിയുടെ മൂലക്കിരുന്ന് റൂമിൽ ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞുകൊണ്ട് ചെയ്ത് തെറ്റുകൾ ഏറ്റു പറഞ്ഞത് പോലല്ല. രണ്ടാമത്തെ വിഷയം അത് കുറച്ചൊരു ഗൗരവമാണ്. അതിന് കുറച്ച് താഴേണ്ടി വരും, കുറച്ച് കുനിയേണ്ടി വരും. എന്ന് വെച്ചാൽ അതിന് നമ്മുടെ അഹംഭാവം, നമ്മുടെ അഹങ്കാരം, നമ്മുടെ ഈഗോ അതെല്ലാം നമ്മൾ മാറ്റി വെക്കേണ്ടി വരും. നമ്മൾ ഒന്നുമല്ല, നമ്മൾ നിൽക്കാൻ പോകുന്ന റബ്ബിന്റെ മുമ്പിലാണ്. അവിടെ ഒരു തിരിച്ചുവരവില്ലാത്ത ലോകത്താണ്. എത്രയോ നല്ല മനുഷ്യന്മാർ പിണങ്ങി കഴിയുന്നു. ഇതുവരെ അയൽവാസിയോട് മാസങ്ങളായി തെറ്റിന് സംസാരിച്ചിട്ടില്ല. എന്തിന് നിസ്കരിക്കണത്? നമസ്കാരം ഉണ്ടാകേണ്ട സ്വാധീനം എന്താ? സമ്പത്ത്, മക്കളൊക്കെ കെട്ടിച്ചു, മകനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു, നമ്മൾ കല്യാണം കഴിച്ചു. ഇസ്ലാം ഷർത്ത് വെക്കാത്ത ഒരു ഷർത്ത്, ആ വിവാഹം നടക്കാൻ ഇത്ര പവൻ അല്ലെങ്കിൽ ഇത്ര ലക്ഷം അല്ലെങ്കിൽ ഇന്ന സ്ഥലം നിങ്ങളത് എനിക്ക് എഴുതി തന്നാൽ, അത് നേരിട്ടാകട്ടെ, വളഞ്ഞ ബ്രോക്കർ വഴിയാകട്ടെ, ദുസൂചനയാകട്ടെ, ഏതെങ്കിലും വഴിക്ക് നിങ്ങൾ നേടിയിട്ടുണ്ടെങ്കിൽ ഇപ്പം നിസ്കരിക്കേണ്ടത് നന്നായി നിസ്കരിച്ചോളൂ. ഇതൊക്കെ ഭാര്യയുടെ ഉപ്പാക്കും ഉമ്മാക്കും പോകേണ്ട നിസ്കാരമാണ്. നല്ല രീതി, കാരണം അത് കൊടുക്കാനാണ്. ഇതൊക്കെ പരലോകത്ത് വരുമ്പോ അവിടെ ദീർഘമിന്റെയും ദീകാറിന്റെയും കണക്കല്ല, അമൽസ്വരാർത്ഥികൾ തമ്മിലാ കണക്ക്. എന്ന് പറഞ്ഞാൽ മരുമക്കളൊക്കെ നന്നായി നമസ്കരിക്കുക, വിട്ടുവീഴ്ച ചെയ്യാത്ത മരുമക്കൾ. കാരണം ഇതൊക്കെ കൊടുക്കാൻ തീരൂല കൊടുത്തിട്ട്. സഹോദരങ്ങളെ, ഒരു 1-2 മക്കളെ കെട്ടിച്ചയക്കുമ്പോഴേക്കും സ്വന്തം വീട്ടിൽ നിന്ന് വാടകയിലേക്ക് മാറുന്ന രക്ഷിതാവ് 10-20 ലക്ഷം കടബാധിതനായി ഒരു ജീവശവമായി നടക്കുന്ന രക്ഷിതാക്കൾ. നമ്മൾ എന്തെങ്കിലും എഴുതി അടക്കാം. ഞാനൊരു ഹുതുബയിൽ പറഞ്ഞു, സഹസ്രക്കാരൻ കല്യാണം മുടങ്ങിയാൽ ആ ധരിച്ച വസ്ത്രം അഴിച്ചു കൊടുക്കേണ്ടി വരും. കാരണം ഒരാഴ്ച വാങ്ങിച്ച പൈസ കൊണ്ടാണ് ആ ഡ്രസ്സ് വാങ്ങിച്ചത്. കല്യാണത്തിന് ധരിച്ച വസ്ത്രം വരെ ആരാന്റെ പൈസ? ചോരനീരാക്കിയ ഒരു മനസാക്ഷി കുട്ടിയില്ലാത്ത മനുഷ്യന്മാര് എത്ര മരണങ്ങൾ നടക്കുന്നു ഇവിടെ സ്ത്രീധനത്തിന്റെ പേര്. ഞാൻ പറഞ്ഞത് അത് രക്ഷപ്പെടുന്നു വിചാരിക്കുന്നുണ്ടോ? അത് നിങ്ങൾ പൊരുത്തപ്പെടും ഒന്ന് പറയാം, ഭീഷണിപ്പെടുത്തലല്ല. പിന്നെ പൊരുത്തപ്പെട്ടില്ലെങ്കിൽ വീട്ടിൽ കൊണ്ടാക്കുന്നല്ല, അങ്ങനെയല്ല. പോയിട്ട് പറയാം, ഞാൻ വാങ്ങിച്ചു, ശരിയാണ്. കുറെ പരിപാടികൾ, കുറെ പ്രോഗ്രാമുകൾ ഞാൻ നേരിട്ടുണ്ട്. മഹർ വാങ്ങിച്ച അല്ലെങ്കിൽ ആ സ്ത്രീധനം വാങ്ങിച്ച ആളുകൾ ആ സ്ത്രീധനം തിരിച്ചു കൊടുക്കുന്ന പരിപാടി, ഓപ്പൺ പരിപാടി, ഓപ്പൺ സ്റ്റേജിൽ വെച്ച് ഞങ്ങൾക്ക് തെറ്റുപറ്റി, ഇതാ പാപ്പാക്ക് തിരിച്ചു കൊടുക്കുക. സുബ്ഹാനല്ലാഹ്. ആ തലത്തിലെ രണ്ടാമത്തെ അക്ഷരം പറഞ്ഞ് അത്ര നിസ്സാരല്ലാന്ന് പറഞ്ഞത് അതൊരു വശം. എല്ലാ രംഗത്തും നമ്മൾ അനർഹമായി ആരുടെയെങ്കിലും ഒരു നയാ പൈസ നമ്മൾ നേടിയിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ ഒന്നുകിൽ പൊരുത്തപ്പെടിക്കണം, അതല്ലെങ്കിൽ പിന്നെ തരാന്ന് പറഞ്ഞ കഴിയുമെങ്കിൽ എത്തിക്കാന്ന് പറയാം. എന്തെങ്കിലും ഇവിടെ സംസാരത്തിൽ തീർപ്പെത്തിയില്ലെങ്കിൽ നാളെ വരും. രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്ന ഒരു നാളുണ്ട്. നമ്മളെ പറഞ്ഞിട്ടുണ്ടാവും, നമ്മള് സത്യസിദ്ധല്ല, പക്ഷെ എല്ലാം നിരീക്ഷകനായി ഹൃദയാന്തരങ്ങളിലുള്ളത് അറിയുന്നവൻ, സസൂക്ഷ്മമായി നിരീക്ഷിക്കുന്നവൻ, ആ റബ്ബ് നമ്മളെ വിചാരണയ്ക്ക് വിധേയമാക്കും. അന്ന് ചോദിക്കും ഇതിനെ കുറിച്ച്. നമുക്ക് പറയാൻ കഴിയണം, ബന്ധങ്ങൾ നന്നാക്കുക, നമ്മൾ ഇരിക്കുക. നമ്മളെ ആരോടൊക്കെ തെറ്റിയിട്ടുണ്ട് സഹോദരങ്ങളെ,
നമ്മൾ പഠിക്കണം. അതായത് കാത്തിയുർ റഹം ലാ യദ്ഖുൽ ജന്നത കാത്തിയുർ റഹം, കുടുംബ ബന്ധം മുറിക്കുന്ന സ്വർഗ്ഗത്ത് പോകില്ല. നമ്മൾ ഒരാളുമായി തെറ്റിക്കുക ഹദീസിൽ കാണാലോ, എല്ലാ വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും ശിർക്ക് ചെയ്യാത്ത എല്ലാ മനുഷ്യന്മാർക്കും പുറത്തു കൊടുക്കുമ്പോ തമ്മിൽ തെറ്റിയ രണ്ട് സഹോദരങ്ങൾ ഉണ്ടെങ്കിൽ അവരുടെ രണ്ടുപേരുടെയും തിന്മകൾ അള്ളാഹു പൊറുക്കപ്പെടുന്നില്ല. അവർ പരസ്പരം സുഖിലാകുന്നത് വരെ, രഞ്ജിപ്പിലെത്തുന്നത് വരെ. ഞാൻ പറഞ്ഞതുപോലെ നമ്മളൊന്ന് ഇരിക്കുക, കുടുംബത്തില് അളിയൻ, ജ്യേഷ്ഠൻ, മുത്താപ്പ, മുത്തുമ്മ, അമ്മായി, ഇവരൊക്കെ ഒരു ബന്ധം പരിശോധിച്ച് നോക്കുക. എവിടെയെങ്കിലും വിളിച്ചിട്ടൊന്ന് പോകുക, അന്ന് കാണാം, നമ്പറുണ്ടല്ലോ, ഒന്ന് വിളിക്കുക. എന്റെ സംസാരത്തിൽ ഞാൻ അന്ന് പറഞ്ഞപ്പോ അത് പറയാൻ പാടില്ലാതായിരുന്നു. ഒരു ക്ഷമാപണം, ഒരു വിട്ടുവീഴ്ച ആവശ്യപ്പെടുക, അത് മതി. നമ്മൾ അടുത്ത് ചോദ്യം ചോദിക്കും, അവര് വിട്ടുവീഴ്ച ചെയ്തില്ലെങ്കിലോ, അത് അവരോട് ക്ലാസ് എടുക്കാനുണ്ട്. അത് രണ്ടാമത്തെ ഭാഗം. നമ്മുടെ ഭാഗത്താണ് നമ്മൾ അവരോട് പറയാൻ പൊരുത്തപ്പെടാൻ. എന്റെ സംസാരം അത് അതിന്റേതായ ഒരു അതോടുകൂടെ മര്യാദയോട് സംസാരം. കാരണം ഇത് പരലോക സഹോദരങ്ങളെ മുഫ്ലിസാകാതിരിക്കാനാണ്. മുഫ്ലിസ് പരലോകത്ത് നമസ്കരിച്ച, നോമ്പെടുത്ത്, സക്കാത്ത് കൊടുത്ത, സൽക്കർമ്മം ചെയ്ത മനുഷ്യന്മാർ, ആളുകൾ അവരെ കുറിച്ച് പരാജയാണ്. ഇയാളെ ചീത്ത വിളിച്ചു, ഇയാളെ അടിച്ചു, കമ്പനിയിലെ മുതലാളിമാരോടുണ്ടെങ്കിൽ ഇവിടെ തൊഴിലാളിയെ വിളിച്ചു വരുത്തിയിട്ട് എങ്ങനെ എന്റെ പെരുമാറ്റം പറയിപ്പിക്കണ്ട എന്നാണെങ്കിൽ അത് മതി. നമ്മളെ മലക്കത്തെ അയ്മാനത്ത് എന്ന് പറഞ്ഞാല് നിങ്ങളുടെ കീഴിലുള്ള ആളുകൾ, നിങ്ങളുടെ അടിമകൾ, നിങ്ങൾ പണം കൊടുത്ത് വാങ്ങിച്ച അല്ലെങ്കിൽ ജോലി, അവരെല്ലാവരും പെടും. അവരോടുള്ള പെരുമാറ്റം നമ്മൾ ശ്രദ്ധിക്കണം. എന്തും പറയാനും എന്തും ചെയ്യാനും അധികാരം നമുക്ക് നൽകിയിട്ടില്ല. അങ്ങനെ വിചാരിക്കണ്ട. നമ്മൾ അവരോട് എടുക്കുന്ന നടപടി പോലെ അന്ന് നമ്മൾ ചെയ്യുന്ന തെറ്റിൽ നടപടി എടുത്താൽ ഈ ഭൂലോകത്ത് ഒരു മനുഷ്യനും ഉണ്ടാകില്ല എന്നാണ്. അതുകൊണ്ട് സ്വയം ഒന്ന് വിലയിരുത്തുക. നമ്മൾ ഈ രീതിയിലാണ് നമ്മൾ ജീവിക്കുന്നെങ്കിൽ, ലഹരി ഉപയോഗിച്ച ആളുകൾ, മദ്യപിച്ച ആളുകൾ, വ്യഭിചരിച്ച ആളുകൾ, അനാവശ്യം കാണുകയും കേൾക്കുകയും ചെയ്ത ആളുകൾ, ഇതെല്ലാം നമുക്കറിയാം. ഞാൻ ചെയ്യുന്ന തെറ്റുകൾ നമുക്കറിയാം. ഒരുപക്ഷെ നമുക്കും റബ്ബിന് മാത്രം അറിയുന്ന പാപങ്ങൾ. നമ്മളൊന്ന് ഇരുന്ന് കരഞ്ഞ് ആത്മാർത്ഥമായി കേൾച്ചു പടങ്ങിയാൽ ഒറ്റയ്ക്ക് ഇരുന്ന് കരഞ്ഞ് ചെയ്ത പാപങ്ങൾ ഏറ്റുപറയുന്ന മനുഷ്യരുണ്ടല്ലോ, അർശിന്റെ തണൽ നൽകിയതായിരിക്കുന്നതാണ്. തെറ്റ് ചെയ്യാത്തവരല്ല ഞാൻ പറഞ്ഞത്, തെറ്റ് ചെയ്യാത്തവരെ കുറിച്ചല്ല പറഞ്ഞത്, തെറ്റ് ചെയ്ത് തോപ ചെയ്ത് മടങ്ങുന്ന ആളുകളെ കുറിച്ചാണ് ഇബാദുർ റഹ്മാൻ അടിമകൾ എന്ന് പറഞ്ഞത്. അള്ളാഹുവിന്റെ യഥാർത്ഥ അടിമകൾ എന്ന് ഖുർആൻ വിശദീകരിച്ചത് തെറ്റ് ചെയ്യാത്തവരെ കുറിച്ചല്ല, തെറ്റ് ചെയ്ത് ശിർക്ക് ചെയ്ത് വ്യഭിചരിച്ച് കൊലപാതകം നടത്തിയ മനുഷ്യന്മാരോടാണ് ഖുർആന്റെ ഭാഷ. ഇല്ലാമൻ താബ വആമന വഅമില സ്വാലിഹൻ ഫലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസന. നിങ്ങളുടെ തെറ്റുകളൊക്കെ ഞാൻ മായ്ച്ചല്ല, ഹസനാത്തുകളാക്കി തരും. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് നമ്മളൊന്ന് നമുക്ക് വേണ്ടി, നമ്മുടെ പരലോകത്തിന് വേണ്ടി, സ്വർഗം നേടാൻ വേണ്ടി, നരകത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി ആരുടെയും മുഖം നോക്കാതെ അള്ളാഹുവിനോട് ഖേദിച്ചു മടങ്ങുക. അടിമകൾ തമ്മിലുള്ള ബന്ധങ്ങൾ തമ്മിൽ വീഴ്ചണ്ടോ ഒരു മടിയും കാണിക്കരുത്. ഒന്ന് വിളിക്കുക, കുത്തുമ കഴിഞ്ഞ് അതിനപ്പുറത്ത് ഡെയിലിയ എന്ന് വിളിച്ചു പറയാ, എന്റെ സംസാരം, എന്റെ പ്രവർത്തനം, എന്റെ ഇടപാടുകൾ ഇങ്ങനെയൊക്കെ വന്നു പോയിട്ടുണ്ട്, പൊരുത്തപ്പെടണം, അതിനെ നേരിട്ട് കാണാം, അല്ലെങ്കിൽ എനിക്ക് എപ്പോഴാണോ സൗകര്യം അതിനെ ഏൽപ്പിക്കാം എന്ന് പറയാനുള്ള ഒരു ഈമാനിലേക്ക് നമ്മൾ വളർന്നാൽ ഇന്നത്തെ ഹുതുബ എനിക്ക് സമാധാനമായി, കേട്ടുപിരി നിങ്ങൾക്ക് സമാധാനം, അല്ലെങ്കിൽ സാധാരണ നടക്കുന്ന ഒരു ചടങ്ങായി ഒരു ഹുതുബയായി മാറും. റസൂലുള്ളാഹി പ്രാർത്ഥിക്കുന്ന ഒന്നാമത്തെ പ്രാർത്ഥന സുബഹി കഴിഞ്ഞാൽ അല്ലാഹുവേ നേടുന്ന ഇൽമുകളുടെ അറിവുകൾ ഉപകാരപ്പെടുന്ന ഇൽമുകളാക്കി മാറ്റണേ എന്നാണ്. അതുപോലെ ഈ ഹുതുബയും നമ്മുടെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന ഹുതുബയാക്കി, ഇൽമാക്കി അല്ലാഹു മാറ്റുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, നമ്മെ ശ്രദ്ധിക്കുകയും പരിപാലിക്കുകയും നമുക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും സദാ നൽകിക്കൊണ്ടിരിക്കുന്ന റഹ്മാനായ പടച്ച റബ്ബുരാന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചര്യകൾ കൂടുതൽ കേൾക്കാനും പഠിക്കാനും പകർത്താനും ആത്മാർത്ഥമായി പരിശ്രമിക്കണമേ എന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരത്തിലെ തശഹുദിൽ കൂടുതലായി പ്രാർത്ഥിച്ചൊരു അധികം വന്നൊരു പ്രാർത്ഥന ഹദീസിൽ കാണാം. നമസ്കാരത്തിൽ നമ്മൾ സാധാരണ മുസ്ലിം തെജാരിലേക്ക് അവസാനിപ്പിക്കും. സാധാരണ ഒരു നോർമൽ
ഒരു സാധാരണക്കാരായ ആളുകൾ അങ്ങനെ മസീദ് ദജ്ജാൽ വരെയാണ് പ്രാർത്ഥിക്കുന്നത്. പക്ഷെ പ്രവാചകൻ അധികരിപ്പിച്ചൊരു പ്രാർത്ഥന ഹദീസിൽ കാണാം, അല്ലാഹുമ്മ ഹാസിബിനി ഹിസാബൻ യസീറ. ചെറിയ പദം അത് നമ്മൾ നമ്മുടെ ഗ്രൂപ്പിൽ ഇടാം. ആരെങ്കിലും ഗ്രൂപ്പിൽ ഇല്ലാത്ത പള്ളിയിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ചെയ്താൽ അതിന് സ്കാനർ അവിടെ ഉണ്ടാവും. ഒന്ന് ജോയിൻ ചെയ്താൽ ഈ ഹദീസും അതിന്റെ പരിഭാഷയും അതിൽ വോയിസ് മെസ്സേജും വരും. അല്ലാഹുമ്മ ഹാസിബിനി ഹിസാബൻ യസീറ. അല്ലാഹുവേ എന്നെ ലളിതമായി വിചാരണ ചെയ്യണമേ. എന്നുവെച്ചാൽ നമ്മളെ ഒന്ന് കഠിനമായ വിചാരണയ്ക്ക് വിധേയമാക്കിയാൽ, നമ്മുടെ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ നമ്മളെല്ലാം പരാജയപ്പെടും. എല്ലാവരും റസൂലേ താങ്കളും അങ്ങനെയാണോ എന്ന് ചോദിച്ചു സഹാബികൾ. ഞാനും അള്ളാഹുവിന്റെ റഹ്മത്തും ഫളില്ലെങ്കിൽ ഞാനും അങ്ങനെ തന്നെയാണ്. റസൂലുള്ളാഹിന്റെ വിനയം നോക്കി സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ എവിടെ നിൽക്കുന്നതാണ്? നമുക്ക് രക്ഷപ്പെടാം. നമുക്കൊരു അവസരമുണ്ട്. അൽഹംദുലില്ലാഹ് അള്ളാഹു ഒരു അവസരം നൽകിയിരിക്കുകയാണ്. ഒന്ന് ഇന്ന് തളർന്നാലോ അല്ലെങ്കിൽ തൗബ ചെയ്തിട്ട് ഒന്ന് കുഴഞ്ഞാലോ നമുക്ക് ഭയപ്പെടണ്ട. കാരണം ആ തൗബയ്ക്ക് അതിന് വരണ്ട്. 100 പേരെ കൊന്ന ആളെ ചരിത്രം നമ്മൾ പഠിച്ചിട്ട് കേട്ടിട്ടുണ്ട്. ഒരു നന്മയും ചെയ്യാത്ത മനുഷ്യരെ മലായിക്കത്തുകൾ റഹ്മത്തിന്റെ മലക്കൾ കൊണ്ടുപോയി എന്ന് ഞാൻ അവസാനിപ്പിക്കാൻ. അപ്പൊ അതുകൊണ്ട് അവസരം ഇതാ നിങ്ങളിലേക്ക് വിട്ടിരിക്കുകയാണ് അവസരം. നിങ്ങളുടെ നാവൊന്ന് ചലിച്ചാൽ, കണ്ടൊന്ന് കലങ്ങിയാൽ, ഹൃദയമൊന്ന് പിടച്ചാൽ, കൈയൊന്ന് ഉയർന്നാൽ എല്ലാം തീരാവുന്നതേ ഉള്ളൂ. എല്ലാ തെറ്റുകളും മായ്ച്ചു കളയുന്ന റബ്ബ് നമുക്ക് വീരയുണ്ട് എന്ന ചിന്ത സഹോദരങ്ങളെ നമ്മളെ തെറ്റിൽ നിന്ന് പശ്ചാത്തലിച്ചു കാണാൻ പ്രേരിപ്പിക്കണം. പ്ലാൻ ചെയ്ത തെറ്റുകൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. ഇന്ന് തെറ്റ് ചെയ്യാം, ഇതാണ് മറ്റവരോട് കുപ്പി ഏൽപ്പിച്ചിട്ടുണ്ട്, ഇവരോട് ഞാൻ അവിടെ എത്താന്ന് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഞാൻ അങ്ങനെ എത്താന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട് ചില ആളുകൾ. ഇവിടെ അല്ല, അങ്ങനെ ചെയ്തവരുണ്ടാകും പല ഭാഗത്തും. എന്നാൽ ആ പ്ലാന് പൊളിക്കാൻ നമ്മുടെ ഈ തൗബ നമുക്ക് സാധിക്കണം. തെറ്റ് ചെയ്യാനും തെറ്റ് ചെയ്ത് തിരുത്താനും ചെയ്യാനുള്ള തെറ്റ് തെയ്യില്ല എന്ന് തീരുമാനിക്കാനുള്ള ഒരു ഈമാൻ നമ്മൾ നേടിയെടുക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഉൾപ്പെടുത്താണ് സഹോദരങ്ങളെ. നമുക്കറിയാം നമ്മുടെ പള്ളിയിൽ ബഹുഭൂരിപക്ഷം ആളുകൾ പല കമ്പനിയിൽ നിന്നും വരുന്ന ജുമയ്ക്ക് പങ്കെടുക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഖുതുബ 1:30 കഴിഞ്ഞ് വൈകുന്നത് പലപ്പോഴും അവിടെ തിരിച്ചെത്തി പഞ്ചിങ് ടൈം അതിന്റെ സമയം തെറ്റിപ്പോകുന്നു എന്നുള്ള ഒരു അവരൊരു നിർദ്ദേശം ഉണ്ടായിരുന്നു. അതുകൊണ്ട് പലപ്പോഴും അത് ഹാഫ് ഡേ ലീവായി രേഖപ്പെടുത്തുക. അപ്പൊ അതിനെ പരിഗണിച്ച് അടുത്ത ജുമ മുതൽ നമ്മള് ഇതേ സമയം തന്നെയാണ് ഒരു 1:20 നമസ്കാരം ഖുതുബയും കഴിയുന്ന രീതിയിൽ നമ്മള് ടൈമിൽ ചെറിയൊരു മാറ്റം വരുത്തിയിട്ട്. കാരണം നമ്മള് ആളുകൾ പരിഗണിച്ച് ഇവിടുത്തെ ജനങ്ങളെ അവരുടെ ജോലിക്ക് തടസ്സമാകരുത്, അവർ കേൾക്കുന്ന ഖുതുബയ്ക്കും ക്ലാസ്സുകൾക്കും ഒരു തടസ്സമാകരുത് എന്ന രീതിയിലാണ് നമ്മൾ ക്രമീകരിച്ചത്. നിങ്ങളെ പരിഗണിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് ആ ഒരു പരിഗണന നിങ്ങളെ നേരത്തെ എത്താനും അതിൽ സന്നിഹിതരാകാനും അതിന് നന്മ നേടിയെടുക്കാനും പരിശ്രമിക്കുക. അള്ളാഹു നമ്മുടെ പാപങ്ങളും കുറവുകളും ന്യൂനതകളും അള്ളാഹു വിട്ടുവീഴ്ചയും മാപ്പ് നൽകുകയും അള്ളാഹു നമ്മുടെ പശ്ചാത്തലം സ്വീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിൽ കൂടുതൽ നന്മകൾ ചെയ്യുന്ന അവസരങ്ങളും ആയുസ്സും ആരോഗ്യവും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നിങ്ങളുടെ ആരോഗ്യത്തിലും കുടുംബജീവിതത്തിലും സമ്പത്തിലും ജോലിയിലും കമ്പനിയിലും ഖൈറും ബർക്കത്തും റഹ്മത്തും അള്ളാഹു നീ വർദ്ധിപ്പിച്ചതിനും എല്ലാവിധ മുസീബത്തുകളിൽ നിന്നും അള്ളാഹു നിങ്ങളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു ഞങ്ങളുടെ രോഗികൾക്ക് ശമനം നൽകുമാറാകട്ടെ. അള്ളാഹു ഞങ്ങൾ മരപ്പെട്ടു പോയവർക്ക് നീ പുറത്തു കൊടുക്കണമേ. അള്ളാഹു ഈമാനോടുകൂടി മുവഹിദായി മുസ്ലിമായി ഈ ലോകത്തെ വേർപിരിയാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. اللهم انا نسالك الفردوس الاعلى من الجنه، اللهم انا نسالك الفردوس الاعلى من الجنه، اللهم انا نسالك الفردوس الاعلى من الجنه. ربنا تقبل دعاء انك انت السميع العليم وتب علينا انك انت التواب الرحيم. وصلى الله على نبينا محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين.